ഒരുക്കങ്ങളിൽ അവസാന നിമിഷത്തിലെ ഓട്ടത്തിലാണ് മലയാളികൾ. വാങ്ങാൻ വിട്ടുപോയതൊക്കെ വാങ്ങാനും എല്ലാം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തലുമൊക്കെ ആയി ഉച്ച കഴിയുമ്പോൾ ഉത്രാടപ്പാച്ചിൽ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെ വെപ്രാളം എന്ന പഴമൊഴി ഈ തിരക്കിൽ നിന്നുണ്ടായതാണ്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കും വിശേഷങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കാളിദാസനും തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം നമ്മൾ ബ്രോഡ്വേയിലെ വിശേഷങ്ങളും എല്ലാമായി കാളിദാസൻ നമ്മളോടൊപ്പം ഉണ്ട്. കാളിദാസൻ, വളരെ ആവേശത്തിലാണ് മലയാളികൾ. ഓണം നാളെയാണ്, തിരുവോണമാണ്. ഇന്നത്തെ ഈ വലിയൊരു ലിസ്റ്റുമായാണ് ആളുകളെല്ലാം തന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. വാങ്ങാൻ വിട്ടുപോയ സാധനങ്ങളെല്ലാം വാങ്ങണം. നാളെ തിരുവോണമാണ്, അതിന്റെ ഒരുക്കത്തിലാണ്. എങ്ങനെയാണ് മലയാളികളുടെ ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി നടക്കുന്നത്? വൃന്ദ, ഒരുക്കങ്ങളൊക്കെ തകൃതിയാണ്. അവസാനവട്ട ഒരുക്കങ്ങളും ഒക്കെ തന്നെ തകൃതിയാണ്. എന്തായാലും വൃന്ദ പറഞ്ഞ ആ പഴഞ്ചൊല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഈ ഒരു സമയത്ത് പറയാൻ പറ്റിയൊരു പഴഞ്ചൊല്ല് തന്നെയാണ്. കാരണം ഉത്രാടത്തിന് ഉച്ച കഴിഞ്ഞാൽ അച്ചിക്കെല്ലാം വെപ്രാളം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വൃന്ദ പറഞ്ഞപ്പോഴാണ് ആ ഒരു പഴഞ്ചൊല്ലിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. കാരണം അതിന്റെ ആ ഒരു തിരക്കാണ്, ആ വെപ്രാള പാച്ചിലാണ് ഇവിടെ ഈ ഒരു ബ്രോഡ്വേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേച്ചി, എന്തൊക്കെയാ വാങ്ങി? എല്ലാം വാങ്ങിയോ? ഞങ്ങൾ തുടങ്ങിയുള്ളൂ, വാങ്ങാൻ തുടങ്ങണുള്ളൂ. ഇറങ്ങാൻ ലേറ്റ് ആയി. ഓഫീസിലൊക്കെ പോയി വരുന്നതായിട്ട് പോവുള്ളൂ. രാത്രിയായിട്ടൊക്കെ പോവുള്ളൂ. അപ്പൊ ഉത്രാട പാച്ചിലാണ്. പാച്ചിലിന് വേണ്ടി ഇറങ്ങിയാണ്, കരുതി കൂട്ടി ഇറങ്ങിയൊക്കെയാണ്. ഓക്കെ, തകർക്ക്. ഹാപ്പി ഓണം. അപ്പം അങ്ങനെ ഇവിടെ പാച്ചിലാണ്. ഇപ്പോൾ ഒത്തിരി ഒന്ന് ലേറ്റ് ആയി പോയെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇനിയിപ്പം രാത്രി ആവാതെ ഇനിയും പോകത്തില്ല. അപ്പം ആ ഒരു വെപ്രാള പാച്ചിൽ തന്നെയാണ് ഇവിടെ ഇപ്പം എല്ലാവരും. ഈ ഒരു ബ്രോഡ്വേയുടെ ഇരുവശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും തിരക്കാണ്. നമ്മളും വാങ്ങിയിട്ടുണ്ട് ഈ ഉപ്പേരിയൊക്കെ നാളത്തേക്കുള്ള. നാളെ പ്രത്യേകിച്ച് നമുക്കവിടെ സദ്യയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ വെറുതെ ഈ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ വന്നപ്പം നാളത്തേക്ക് സദ്യക്ക് വേണമെങ്കിൽ സൈഡിലായിട്ട് വെക്കാനൊരു ഉപ്പേരിയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചേട്ടാ, എങ്ങനെയുണ്ട്? നാളത്തെ റെഡിയാണോ ഓണത്തിന്? എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത് ഇത് വളരെ സുപ്രസിദ്ധമാണല്ലോ. സാധാരണക്കാരുടെ ഒരു മാർക്കറ്റാണിത്. ഏറ്റവും മിതമായ വിലയിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. മറ്റു സ്ഥലങ്ങളൊക്കെ കൊള്ള ലാഭം കൊയ്യുന്നവരാണ്. ഇവിടെ സാധാരണക്കാരാണ്. നോക്കൂ, അല്ലേ? എല്ലാം സാധാരണക്കാരാണ്. അപ്പോൾ നല്ലൊരു ഓണം ബ്രോഡ്വേയുടെ വക ആശംസകൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഇറങ്ങിയതാണ്. പെരുമ്പാവൂരിൽ നിന്നാണ്. അത്യാവശ്യം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് വന്നതാണ്. വാങ്ങിക്കൊണ്ട് ഉത്രാടപ്പാച്ചില്ല ഇല്ല അത് നോക്കിക്കൊണ്ടിരിക്കുക. ഓരോന്നിങ്ങനെ പെറുക്കി പെരുമ്പാവൂരത്തെ ഓണമൊക്കെ സൂപ്പറായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് എല്ലാവർക്കും ഈ പൈസ ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ. ഇത്തവണത്തെ ഓണം പ്രത്യേകിച്ച് എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമൃദ്ധി നമുക്കിവിടെ കാണാനാകും. മണിക്കൂറുകൾ മാത്രമേ ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടും. എല്ലാവരും കിട്ടി. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവൺമെന്റ് 20,000 കോടി രൂപയാണ് ഇത്തവണ ചെലവ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. അതിന്റെയാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പം എന്തായാലും ഇത്തവണത്തെ ഓണം നമ്മൾ വൈബ് ഓണം ബ്രോഡ്വേയിലെ ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, പാച്ചിൽ നടക്കട്ടെ, ഉത്രാടം പാച്ചിൽ നടക്കട്ടെ. അപ്പം ഈ ഒരു വൈബ് ഓണത്തിന്റെ ഭാഗമാകുവാണ്. നമ്മൾ ഈ ഒരു ചുറ്റുവട്ടത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ കാഴ്ചകളും. അതോടൊപ്പം തന്നെ ഈ വഴിയോര കച്ചവടക്കാരുടെ ഈ ഒരു അവരുടെ ആ ഒരു വാക്കുകളും ഒക്കെ തന്നെ. എങ്ങനെയാ നാളത്തെ ഓണമൊക്കെ എങ്ങനെയായി? എന്തായി? എല്ലാം അടിപൊളി, എല്ലാം റെഡിയാക്കി. പാച്ചിൽ കഴിഞ്ഞോ? വീട്ടിലേക്ക് മടങ്ങുവാണോ? എല്ലാം വാങ്ങി എല്ലാ സാധനങ്ങളും. മക്കളാണോ ഈ പുറകില്? അപ്പം എങ്ങോട്ട് പോയി? ഓടിയല്ലോ. അവരങ്ങോട്ട് പോയി. അതെ. അപ്പം എന്താ ഇനിയിപ്പം നാളത്തേക്കുള്ള സദ്യവട്ടവും സാധനങ്ങളും പച്ചക്കറിയും എല്ലാം വാങ്ങിച്ചു, എല്ലാം റെഡിയാക്കി. ഒന്നും മറന്നിട്ടില്ല? ഇല്ല. അച്ഛൻ്റെ ഇടയ്ക്കില്ല, സാധാരണ മറക്കാറുണ്ട്. എന്റെ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം വാങ്ങിച്ചു. 2-3 ദിവസമായി പർച്ചേസിന്. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇത് അവസാനം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടു, കുറച്ചൊക്കെ വാങ്ങിച്ചു. അവസാനം. അപ്പം ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പം ഇവിടെയും ഓണവിശേഷങ്ങളാണ്. മക്കള് മക്കളുണ്ട്. മക്കളെ മക്കളൊന്ന് മാറി നിന്നതാ. എന്ത് ചോദിക്കട്ടെ? പേരെന്ന് പറഞ്ഞേ? അമൃത. ഏതാ ക്ലാസ്? 12th 7th. എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഓണം? നല്ലതായിരുന്നു. ഓണക്കോടിയൊക്കെ വാങ്ങി? വാങ്ങി. എത്ര ജോഡി ഓണക്കോടി വാങ്ങി? 2 വാങ്ങി. 2 ഓക്കെ, 2. അപ്പം തകർക്കും. അപ്പം നാളത്തെ ഓണം, നാളത്തെ പരിപാടികളൊക്കെ സെറ്റല്ലേ? കൂട്ടുകാരുടെ കൂടെ ഉള്ള ഓണമൊക്കെ ഉണ്ടോ സദ്യക്ക് ശേഷം? ഓക്കെ, അപ്പം പൊളി. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം.
എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, എല്ലാവരും വൈബായിരിക്കട്ടെ. ഈ ഒരു ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയവരുണ്ട്. അങ്ങനെ നിരവധി പേര് ഇപ്പോൾ ഈ ഒരു ബ്രോഡ്വേയിൽ ഈ ഒരു സമയത്തേക്കും കൂടി എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് പലരോടും നമ്മൾ വിശേഷം ചോദിച്ചപ്പോഴും ചിലരൊക്കെ പാച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചിലർ സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങിക്കഴിഞ്ഞു, ചിലർ നേരത്തെ വാങ്ങിക്കഴിഞ്ഞു. പിന്നെ ഈ ഒരു തിരക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. വിദേശികൾ ഒത്തിരി പേര് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അങ്ങനെ ആ ഭാഗത്തൊക്കെ നമുക്ക് വലിയ രീതിയിൽ ശബ്ദമൊക്കെ കേൾക്കാം. ഈ ഒരു അവസാനപ്പെട്ട ഈ വഴിയോര കച്ചവടം തകൃതിയായി നടക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. വിലപേശലിൻ്റെ ശബ്ദങ്ങളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. ആർക്കും വന്ന് എന്തുമെടുക്കാം, ഏതുമെടുക്കാം, 100-ന് അല്ലെങ്കിൽ ഏതെടുത്താലും 100 എന്നുള്ള ഓഫർ തൊട്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൊച്ചി ബ്രോഡ്വേയിൽ നടക്കുന്നത്. തെരുവിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണോ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും വൃന്ദയ്ക്കും എനിക്കും ആ ഒരു വൈബ് നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മളെല്ലാം കോഴിക്കോട്ടുകാരാണ്. നമ്മൾ SM സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഓണ സമയത്തും ക്രിസ്മസ് സമയത്തും എന്താഘോഷം വന്നാലും നമ്മളൊക്കെ നേരെ മിഠായി തെരുവിലേക്ക് ഓടുന്നത്. ഏതിനും മിഠായി തെരുവെന്ന് പറഞ്ഞു പോകുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കൊച്ചിയിൽ വന്നതിന് ശേഷവും വൃന്ദയ്ക്കും അത്രത്തിൽ തന്നെ ആയിരിക്കുമുള്ള അനുഭവം. കാരണം നമുക്ക് മിഠായി തെരുവ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രോഡ്വേയിലേക്കൊന്ന് വന്നാൽ മതി, ഒരു മിനി മിഠായി തെരുവ് തന്നെ കാണാൻ പറ്റും. എന്തായാലും മിഠായി തെരുവിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് അവിടെ കോഴിക്കോടൊന്നും നമ്മുടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധിയുണ്ട്. ഞാൻ എന്തായാലും അതിൽ കൂടുതൽ വിശേഷങ്ങൾ കിടക്കുന്നില്ല. കാരണം മിഠായി തെരുവ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ വല്ലാണ്ട് അങ്ങോട്ട് വരും. ഇപ്പൊ നമ്മൾ എന്തായാലും ബ്രോഡ്വേയിലാണല്ലോ, ബ്രോഡ്വേയിലെ ആഘോഷം. കാളിദാസൻ ഇപ്പോൾ കൊച്ചി ബ്രോഡ്വേയിൽ ഉത്രാടപ്പാച്ചിലിന്റെ ആ തിരക്കുകളെല്ലാമായിട്ട് നമുക്ക് കാളിദാസൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ്, ഓട്ടങ്ങളാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. സൂര്യഗായത്രിയാണ് ഇവിടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനുള്ളത്. സൂര്യഗായത്രി, തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ്, ആ ഓട്ടത്തിലാണ് മലയാളികൾ ഉള്ളത്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഈ ഉത്രാടപ്പാച്ചിൽ? തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ് ഞാൻ ഉള്ളത്. തിരുവനന്തപുരത്ത്